ഹായ് സുഹൃത്തുക്കളെ, ഞാൻ ഇതിന് മുൻപായിട്ട് ചപ്പാത്തി മേക്കറി നല്ല രീതിയിൽ ചപ്പാത്തി ഉണ്ടാക്കി എടുക്കുന്നതിന്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു. വീണ്ടും പലരും സംശയം ചോദിച്ചത് കാരണം ഒന്ന് വ്യക്തമായിട്ട് ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്നതിന് വേണ്ടി ഈ വീഡിയോ വീണ്ടും ഞാൻ ചെയ്യുകയാണ്. നമുക്ക് ചപ്പാത്തി മേക്കറി നല്ല കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ നല്ല രീതിയിൽ ചപ്പാത്തി ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. ആദ്യം നമുക്ക് എത്രയാണോ ആട്ട ആവശ്യമായിട്ടുള്ള അത്രയും ആട്ട എടുത്തിട്ട് അതിൽ എത്ര ആവശ്യത്തിന് വേണ്ട അത്രയും ഉപ്പ് ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് കൈ കൊണ്ട് മിക്സ് ചെയ്യണം. ആദ്യം തന്നെ ഉപ്പ് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ചപ്പാത്തിക്ക് എങ്ങനെയാണോ കുഴിക്കുന്നത് ആ രീതിയിൽ തന്നെ. ചിലര് ആദ്യമേ കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് ചപ്പാത്തി അപ്പൊ അതിനകത്ത് നല്ലപോലെ അതൊന്ന് സോഫ്റ്റ് ആയിട്ട് വരത്തില്ല അങ്ങനെ കുഴിക്കുകയാണെങ്കിൽ. അപ്പൊ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഈ രീതിയിൽ ഒന്ന് കുഴച്ച് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ അതിന്റെ അനുസരിച്ച് തന്നെ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കണം. സാധാരണ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഈ പരുവത്തിലുള്ള കുഴയ്ക്ക വരെ നമ്മൾ കുഴച്ചെടുക്കാറുള്ളൂ. ഇത് കൂടുതൽ കുഴച്ചാൽ നമ്മൾ ചപ്പാത്തി പരത്തുമ്പോൾ പറ്റിപ്പിടിക്കാറുണ്ട്. അപ്പൊ ഇതാണ് കറക്റ്റ് അളവ് സാധാരണ ചപ്പാത്തിക്ക്. പക്ഷെ ആ രീതിയിൽ പോരാ കേട്ടോ. ഇങ്ങനെ ചപ്പാത്തി മേക്കറി ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ വീണ്ടും വെള്ളം ഒഴിച്ചിട്ട് ആദ്യം നമ്മൾ എങ്ങനെയാണോ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത് ആ രീതിയിൽ കുഴച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ നമ്മൾ കൈ വെച്ച് നല്ല സോഫ്റ്റ് ആയിട്ട് വീണ്ടും ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ സാധാരണ ചപ്പാത്തി പരത്തുമ്പോൾ കുഴച്ചെടുക്കുന്ന രീതിയിലല്ല കുഴയ്ക്കേണ്ടത്. കുറച്ചുകൂടി ലൂസായിട്ട് ഈ രീതിയിൽ നല്ല മയമായിട്ട് തന്നെ കുഴച്ചെടുക്കുക. കുഴയ്ക്കുന്ന കാര്യത്തിൽ മാത്രമാണ് ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ കുഴച്ചെടുക്കേണ്ടത്. ഇതിപ്പോ നിങ്ങളോർക്കും കയ്യിലൊക്കെ പറ്റി പിടിക്കുമല്ലോ. ഇത് കുഴച്ചെടുക്കുമ്പോഴേ ഉള്ളൂ ഈ പ്രശ്നം കേട്ടോ. അതിനുശേഷം ചപ്പാത്തി മേക്കർ ഇതുപോലെ ഓൺ ആക്കിയിടുക. റെഡ് ലൈറ്റേ കത്തത്തുള്ളൂ ആദ്യം. അതിനുശേഷം അത് ഗ്രീൻ ആയതിനു ശേഷം നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കാൻ തുടങ്ങാവും. ഇപ്പൊ ഓൺ ആക്കിയിട്ടിട്ട് ഉടനെ നമുക്ക് ഇത് എങ്ങനെയാണോ വലിപ്പം, നിങ്ങൾ വലിയ വലിപ്പത്തിലുള്ള ബോളൊന്നും പിടിക്കണ്ട കേട്ടോ. സാധാരണ ഒരു ചപ്പാത്തി പരത്തുന്ന വലിയ വലിപ്പം അല്ലാത്ത രീതിയിൽ ഒരു ബോള് ഇതുപോലെ ഒന്ന് ഉരുട്ടി വെക്കുക. അപ്പൊ നമ്മുടെ കയ്യില് പറ്റത്തില്ല കേട്ടോ. ഇപ്പം കണ്ട എന്റെ അത്രയും ലൂസായിട്ടുള്ളതായിരുന്നു, പറ്റിയിട്ടില്ലല്ലോ. പിന്നെ നമ്മൾ സാധാരണ ഗോതമ്പ് പൊടി തന്നെയാണല്ലോ, ആട്ടപ്പൊടിയാണല്ലോ നമ്മൾ സാധാരണ ചപ്പാത്തി പരത്തുമ്പോൾ പുരട്ടുന്നത്. അതുപോലെ തന്നെ ഈ പൊടിക്കകത്തൊന്നിട്ട് നമ്മുടെ കയ്യിലൊന്ന് ഒട്ടും ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യണം. അന്നേരം ഒട്ടും നമ്മുടെ കയ്യിൽ പറ്റിപ്പിടിക്കരുത്. അതിനു വേണ്ടിയുള്ള പൊടി മാത്രം നമ്മളത് തേച്ചാൽ മതി. കാര്യം നമ്മൾ ഈ ചപ്പാത്തി മേക്കറി വെക്കുമ്പോൾ ഒട്ടിപ്പിടിക്കല്ലേ, അങ്ങനെ ഒന്ന് ചെയ്യുക. പിന്നെ നമുക്ക് എത്ര വേണോ ഉരുളകള് ചപ്പാത്തി അതെല്ലാം ഇതുപോലെ ഉരുട്ടി വെക്കണം. അപ്പോഴത്തേനും കണ്ടോ ഗ്രീൻ ലൈറ്റ് കത്തി. അപ്പൊ സെന്ററിൽ ഇങ്ങനെ വെക്കാതെ മുകൾ ഭാഗത്തായിട്ടേ വെക്കാവൂ. എപ്പോഴും അത് ശ്രദ്ധിക്കണം. ചപ്പാത്തി മേക്കറിന്റെ സെന്ററിൽ വെക്കല്ലേ, അല്പം മുകളിലായിട്ട് വെച്ചിട്ട് ചെറിയ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചാൽ മതി. പ്രസ് ചെയ്ത് കുറച്ചൊന്ന് ചൂടാകുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് തിരിച്ചിട്ട് കൊടുക്കുക. അതിനുശേഷം വീണ്ടും ഒന്നുകൂടെ തിരിച്ചിട്ടിട്ട് ഇതുപോലെ ചപ്പാത്തി മേക്കർ വെച്ച് അടച്ചു വെക്കുക. അപ്പം ഇത് കണ്ടോ പൊങ്ങി വരുന്നത്. ഇതിന്റെ സൈഡ് അല്പം കൂടെ പൊങ്ങി വരാനുണ്ട്, ചിലപ്പോ അങ്ങനെ സംഭവിക്കാം. അന്നേരം ഒന്നുകൂടെ ഒന്ന് തിരിച്ചിട്ട് വെച്ചാൽ മതി. അപ്പൊ ആ സൈഡ് അല്പം ഉള്ളതുകൂടെ ഇതുപോലെ പൊങ്ങി വരും. നല്ല ബോളായിട്ട് തന്നെ നമുക്ക് ചപ്പാത്തി കിട്ടും. ഇത് നമ്മൾ മാറ്റിയെടുത്ത് കാസറോളിലോ വല്ലതും വെച്ചിട്ട് നമ്മൾ അല്പം ഓയിലോ അല്ലെങ്കിൽ നെയ്യോ തേച്ച് വെക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയുള്ള ചപ്പാത്തി നിങ്ങൾക്ക് കിട്ടുന്നതാണ് കേട്ടോ. ഈ കുഴയ്ക്കുന്ന കാര്യത്തിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുന്ന രീതിയിൽ കുഴയ്ക്കുകയാണെങ്കിൽ ചപ്പാത്തി മേക്കറെ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ഒട്ടും തന്നെ പരന്ന് കിട്ടത്തില്ല. അപ്പൊ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എത്രയും ലൂസായിട്ട് തന്നെ അത് കുഴച്ചെടുക്കാവൂ. പിന്നെ പൊടി ഒട്ടും നമ്മൾ ഇങ്ങനെ ഉരുട്ടുമ്പോ കയ്യെ പറ്റി പിടിക്കല്ലേ, ആ രീതിയിൽ പൊടി അതിലൊന്ന് തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് ഇതേ രീതിയിൽ ചപ്പാത്തി മേക്കർ പ്രസ് ചെയ്ത് വെച്ചാൽ മതി. അന്നേരം നല്ലപോലെ പരന്ന് കിട്ടുകയും ചെയ്യും. കുഴയ്ക്ക ശരിയല്ലെങ്കിൽ ഒട്ടും തന്നെ പരക്കത്തില്ല. അതിന്റെ അനുസരിച്ച് ആ ചപ്പാത്തി ഹാർഡായിട്ടിരിക്കും, ഒട്ടും സോഫ്റ്റ് അല്ലാതും ഇരിക്കും. അപ്പൊ നിങ്ങൾ മനസ്സിലായി കാണുമല്ലോ. ഇതിനു മുമ്പ് ഞാൻ ഒരു വീഡിയോ ചെയ്തതാണ്. പലർക്കും അത് സംശയം എന്താ അതാകാത്തെന്നുള്ളത്. അതുകൊണ്ടാണ് വീണ്ടും ഞാൻ ഒരു വീഡിയോ കൂടെ ചെയ്തത്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ഇതേ രീതിയിൽ കുഴിച്ച് ചപ്പാത്തി ഉണ്ടാക്കി നോക്കുക. അപ്പം പുതിയ വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും എത്തുന്നതായിരിക്കും.